നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 440 കോടിയുടെ വരുമാനം ഇക്കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നേടിയതോടെ ശബരിമല ധർമ്മശാസ്താവിന്റെ പേരുപയോഗിച്ച് സർക്കാർ കീശ വീർപ്പിക്കാൻ ഒരുങ്ങുന്നു. 440 കോടി കിട്ടിയപ്പോൾ 147 കോടി മാത്രമാണ് ചിലവായത്. ശബരിമലയിലെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് കുടിവെള്ളം പോലും നൽകാതെ മുണ്ടുമുറുക്കിയെടുത്ത് സർക്കാർ നേടിയതാണ് 440 കോടി. പണം വരുമെന്ന് ഉറപ്പായതോടെ ശബരിമല എന്ന മട്ടിൽ അയ്യപ്പനെ കറവ പശുവാക്കാനാണ് നീക്കം. ശബരിമലയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന കോടികൾ വകമാറ്റുമെന്ന കാര്യവും ഉറപ്പാണ്. ശബരിമലയുടെ കീർത്തി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ ആഗോള സാമ്പത്തിക സമാഹരണത്തിനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. ഫണ്ട് സമാഹരണം ലക്ഷ്യമിട്ട് ലോക കേരള സഭാ മാതൃകയിൽ വിഷുവിന് സന്നിധാനത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. സ്പോൺസർഷിപ്പുകളുടെ പേരിൽ വൻ തുകകൾ നൽകാൻ ശേഷിയുള്ളവരെ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ദേവസ്വം ഫണ്ട് ദൂർത്തടിച്ചാണ് സന്നിധാനത്ത് ആഗോള അതിഥി സൽക്കാരം ഒരുക്കുന്നത്. ഭക്തർ ക്ഷേത്രങ്ങളിൽ നൽകുന്ന കാണിക്കയിൽ നിന്നാണ് പുട്ടടി നടക്കാൻ പോകുന്നത്. പഴയ യുവതീ പ്രവേശനം പോലെ ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാനാണ് നീക്കം. 50-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികളെയാണ് അയ്യപ്പ സംഗമത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന വിഷുവിന് തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് തടസ്സമായേക്കാവുന്ന വിധത്തിലാണ് സന്നിധാനത്ത് ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത്. വിദേശ പ്രതിനിധികളുടെ യാത്രാ ചെലവ്, താമസം, ഭക്ഷണം എന്നിവ ഒരുക്കുന്നത് സംബന്ധിച്ചോ സംഗമത്തിലെ പരിപാടികളെ കുറിപ്പിച്ചോ വെളിപ്പെടുത്താനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായില്ല. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് മാത്രം 293 കോടി മിച്ചം ലഭിച്ചിട്ടും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച ദേവസ്വം ബോർഡിനുണ്ടായി. ഇതിനിടയിലാണ് പ്രത്യേക നിധി രൂപീകരിക്കുന്നതിനായി പണപ്പിരിവ് നടത്താനുള്ള നീക്കം. അതായത് ഇനി അഴിമതി അയ്യപ്പനെ മുൻനിർത്തിയെന്ന് ചുരുക്കം. അയ്യപ്പ ഭക്തർക്ക് കാലങ്ങളായി സന്നിധാനത്തും പമ്പയിലും സൗകര്യമൊരുക്കിയിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉൾപ്പെടെയുള്ള സംഘടനകളെ ഒഴിവാക്കിയിരുന്നു. സന്നദ്ധ സംഘടനകൾ ഭക്തർക്ക് സൗജന്യമായി നൽകിയിരുന്ന അന്നദാനവും കുടിവെള്ളവും വിലക്കി. നിലയ്ക്കൽ മുതൽ തീർത്ഥാടകരെ വാഹനങ്ങൾ തടഞ്ഞ് നിർബന്ധമായി KSRTC ബസ്സുകളിൽ കുത്തിനിറച്ചു. ഇതേ സർക്കാരാണ് ലോകപ്രസിദ്ധമായ ശബരിമലയ്ക്ക് കീർത്തി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ സംഗമം നടത്തുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 354 കോടിയായിരുന്നു ആകെ വരുമാനം. കാണിക്ക കഴിഞ്ഞ വർഷത്തേക്കാൾ കോടികൾ വർദ്ധിച്ച് 126 കോടിയായി. അയ്യപ്പ ഭക്തർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം പഞ്ചനക്ഷത്ര ഇഫക്റ്റിൽ നടത്താനാണ് നീക്കം. ലോക കേരള സഭ നടത്തുന്ന ചാരുതയോടെയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. സംഗമത്തിനെത്തുന്ന സമ്പന്നരെ പ്രീണിപ്പിച്ചു വിട്ടാൽ കോടികൾ കിട്ടുമെന്ന് സർക്കാരിനറിയാം. ഇക്കഴിഞ്ഞ മണ്ഡലകാലത്ത് കിട്ടിയ കോടികൾ കൊണ്ട് തന്നെ ശബരിമല വേണമെങ്കിൽ പൂങ്കാവനമാക്കാം. എന്നാൽ അതുണ്ടായില്ല. അതിനു പകരം ഭക്തരെ അവഹേളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ തുടക്കമാണ് സർക്കാർ ലക്ഷ്യമിടുന്ന റോപ്പ് വേ നിർമ്മാണം. യുവതികളെ കയറ്റി ശബരിമലയുടെ വിശുദ്ധി ഇല്ലാതാക്കിയ പിണറായി വിജയൻ ശബരിമലയുടെ പാവനത ഇല്ലാതാക്കാൻ പുതിയ പദ്ധതിയുമായി രംഗത്ത് എത്തിയിട്ട് അധിക നാളായിട്ടില്ല. ചരക്ക് നീക്കത്തിനെന്ന വ്യാജാന റോപ്പ് വേ നിർമ്മിച്ച് ശബരിമലയുടെ പ്രശാന്തിക്ക് ഭംഗം വരുത്താനാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ശ്രമം. ആദ്യം ചരക്ക് നീക്കവും അതിനുശേഷം യാത്രക്കാരെ കയറ്റാനുമായിരിക്കും ലക്ഷ്യം. ഇത്തരത്തിൽ ശബരിമല പൂങ്കാവനത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനായിരിക്കും സർക്കാർ നീക്കം. ഏറെ കാലമായുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് ശബരിമല റോപ്പ് വേ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ റവന്യൂ ഭൂമി കൈമാറി സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ പദ്ധതിയുടെ പ്രധാന തടസ്സം മാറി. വനവകുപ്പിന്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകിയുമാണ് സർക്കാർ ശബരിമലയിൽ നടപ്പാക്കുന്ന റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. 14 വർഷമായി ഭൂമി തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനെ തുടർന്ന് നിലച്ചുപോയ പദ്ധതിക്കാണിപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ റോപ്പ് വേക്ക് ശുപാർശ ചെയ്തത്. 2011 ആഗോള ടെൻഡർ വിളിച്ച് ഒരു കമ്പനിയുമായി കരാർ ഉറപ്പിച്ചു. തുടർന്ന് വനഭൂമി കണ്ടെത്താൻ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചു. പദ്ധതിക്ക് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാൻ ദേവസ്വം മന്ത്രി അപേക്ഷ നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ ആദ്യം റവന്യൂ ഭൂമി കണ്ടെത്തിയെങ്കിലും തർക്കം കാരണം കൈമാറ്റം മുടങ്ങി. പിന്നീട് ദേവസ്വം മന്ത്രി VN വാസവൻ മുൻകൈയെടുത്ത് തുടർച്ചയായി വനം റവന്യൂ വകുപ്പുമായി യോഗം ചേർന്നു. റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ മന്ത്രി VN വാസവന്റെ ഇതുവരെയായി 16 തവണയാണ് യോഗം വിളിച്ചിരുന്നത്. മന്ത്രി OR കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാതെ തന്റെ വിശ്വസ്തനായ വാസവനെ പിണറായി ദേവസ്വം നൽകിയതിന്റെ രഹസ്യവും ഇതായിരുന്നു.
പദ്ധതിക്കായി വേണ്ട 4.5336 ഹെക്ടർ വന്ന ഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ 2 യൂണിറ്റുകളിലായി 4.5336 ഹെക്ടർ ഭൂമി റവന്യൂ ഭൂമി കൈമാറാമെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയത്. റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനവകുപ്പിന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകുന്നതിനായി കൈമാറിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശ പ്രകാരം പരിഹാര വനവൽക്കരണത്തിനായിട്ടാണ് ഈ ഭൂമി വനവകുപ്പിന് കൈമാറുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനമിറക്കിയാൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്താനാകും. കേന്ദ്രത്തിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലെയല്ല ശബരിമല. കാനനക്ഷേത്രമായ ശബരിമലയിൽ അയ്യനെ കാണാൻ എത്തേണ്ടത് കൊടും വ്രതമനുഷ്ഠിച്ചാണ്. പണ്ടുകാലത്ത് 41 ദിവസത്തെ വ്രതം നിർബന്ധമായിരുന്നു. ഇന്നതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ശബരിമല അയ്യനെ വിശ്വസിക്കുന്നവർക്ക് അത് അപൂർവമായ ഒരു അനുഭവമായി തുടരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് സർക്കാർ റോപ്പ് വേയും പഞ്ചനക്ഷത്ര യോഗവും വിളിക്കുന്നത്. കോടികൾ വെട്ടിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതിന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? ശബരിമലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് നൽകുന്നത്. ഇതിനൊപ്പം സംസ്ഥാനവും വഴിപാട് പോലെ പദ്ധതികൾക്ക് വേണ്ടി എല്ലാ വർഷവും ബജറ്റിൽ കോടികൾ അനുവദിക്കാറുണ്ടെങ്കിലും തുടർ നടപടികളോ പദ്ധതി നടത്തിപ്പോ മാത്രം പ്രഖ്യാപിക്കുന്നതിനപ്പുറം പോകാറില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ 30 കോടി രൂപയും എരുമേലി മാസ്റ്റർ പ്ലാനിന് 10 കോടി രൂപയും നിലയ്ക്കൽ വികസനത്തിന് 2.5 കോടിയും അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഒന്നിന്റെയും രൂപരേഖ പോലും തയ്യാറായിട്ടില്ല. രൂപരേഖയിൽ ഉൾപ്പെടാത്ത പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ ഉന്നതാധികാര സമിതിക്ക് സാധിക്കാത്തതാണ് പദ്ധതി അനിശ്ചിതത്വത്തിൽ തുടരാൻ കാരണം. ഇതിന് പരിശ്രമിക്കാതെയാണ് സംഗമം നടത്തി പിരിക്കാൻ ഒരുങ്ങുന്നത്. ആദ്യം ഒരു സ്വകാര്യ ഏജൻസിയാണ് രൂപരേഖ തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത്. അത് വിവാദമായപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി. അത് പൂർത്തിയാക്കാത്തതിനാൽ കേന്ദ്ര തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ അനുവദിച്ച 100 കോടി രൂപയിൽ 80 കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെടുകയും ചെയ്തു. വനംവകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള അതിർത്തി തർക്കമാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണമായി സംസ്ഥാന സർക്കാർ പറഞ്ഞത്. എന്നാൽ ഹൈക്കോടതി ഇടപെട്ട് ASP കുറുപ്പിന്റെ നേതൃത്വത്തിൽ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും ശബരിമല സന്നിധാനത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള 100 ഹെക്ടർ സ്ഥലം അളന്ന് തിരിച്ച് സ്ഥാപിച്ചു നൽകിയിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പമ്പ മുതൽ മരക്കൂട്ടം വരെയുള്ള അയ്യപ്പൻ റോഡ്, പമ്പ മുതൽ അപ്പാച്ചിമേട് വഴി മരക്കൂട്ടം വരെയുള്ള സ്വാമി അയ്യപ്പൻ റോഡ്, ചന്ദ്രാനന്ദൻ റോഡ്, ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള പാത എന്നിവിടങ്ങളിലാണ് ദേവസ്വം ബോർഡ് സർവേക്കല്ലും വനവകുപ്പ് അജണ്ടയും സ്ഥാപിച്ചത്. കൂടാതെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ 5 പദ്ധതികൾ കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപ് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങിക്കിടക്കുകയാണ്. മാളികപ്പുറം മേൽപ്പാലം, പുതിയ അരവണ പ്ലാന്റ്, കുന്നാർ തടയണയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ, നിലയ്ക്കൽ സുരക്ഷ ഇടനാഴി, പമ്പ പാലം എന്നിവയാണ് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. നിർദ്ദിഷ്ട മാളികപ്പുറം ചന്ദ്രാനന്ദൻ റോഡ് മേൽപ്പാലത്തിന്റെ രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനെ ചുമതലപ്പെടുത്തിയെങ്കിലും മുൻകൂർ പണം ആവശ്യപ്പെട്ടതോടെ അവരെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വാപ്കോസിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പമ്പാ പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ഏൽപ്പിച്ചത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഫേസ് ആർക്കിനെയാണ്. 15 കോടി രൂപ ആദ്യഘട്ടമായി അനുവദിച്ചെങ്കിലും ആവശ്യമായ മുഴുവൻ തുകയെ ലഭിക്കാത്തതിനാൽ ടെൻഡർ പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പം അരവണ പ്ലാന്റിനായി 15 കോടി വിലയിരുത്തുകയും 6 കോടി അനുവദിക്കുകയും ചെയ്തു. പക്ഷെ ഫലം കണ്ടില്ല. കൊന്നാർ തടയണയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ പുതിയ പൈപ്പ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ വർഷം 2 കോടി രൂപ അനുവദിച്ചെങ്കിലും പണി തുടങ്ങിയിട്ടില്ല. നിലയ്ക്കൽ സുരക്ഷ ഇടനാഴിക്കും ഫണ്ട് അനുവദിച്ചെങ്കിലും പദ്ധതി കടലാസിൽ ഒതുങ്ങുകയാണ്. ഇതോടൊപ്പം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ മേൽശാന്തി മുറികൾ, ദേവസ്വം ഓഫീസുകൾ, തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ ലേ ഔട്ട് പ്ലാൻ ജസ്റ്റിസ് S. സിരി ജഗൻ അധ്യക്ഷനായ ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയെങ്കിലും തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്സാഹം കാട്ടുന്നില്ല. പദ്ധതി നടത്തിപ്പിന് ശബരിമല വികസന അതോറിറ്റിക്ക് രൂപ നൽകുമെന്ന് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതും പാഴ്വാക്കായി. 2024 മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ടെൻഡർ നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മധു കുമാർ പറഞ്ഞത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി മണിക്കൂറുകൾക്കുള്ളിൽ നടപ്പാക്കാൻ യുദ്ധസന്നാഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട സംസ്ഥാന സർക്കാർ അതേ സുപ്രീം കോടതിയുടെ വിധി വന്ന് 15 വർഷം പിന്നിടുമ്പോഴും വികസന പ്രവർത്തനങ്ങൾക്കുള്ള നടപടി സ്വീകരിക്കാത്തതിൽ ഭക്തജനങ്ങൾക്ക് വലിയ അമർഷമുണ്ട്. സംസ്ഥാന ബജറ്റിൽ 30 കോടി രൂപ അനുവദിച്ചെങ്കിലും ലേഔട്ട് പ്ലാൻ കൃത്യമായ രൂപരേഖയും തയ്യാറാക്കൽ വൈകുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് തടസ്സമാകും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ സഹായത്തോടെ ദേവസ്വം ബോർഡ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് 14 വർഷമായി. എന്നാൽ ഇതുവരെ ലേഔട്ട് പ്ലാൻ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമലയിൽ വികസനമല്ല സർക്കാരിന്റെ ലക്ഷ്യം, പകരം രാഷ്ട്രീയക്കാരെ കയറ്റിയിറക്കി സകലവും തകിടം മറിക്കുക എന്നതാണ്. ക്ഷേത്രഭരണത്തിൽ സർക്കാർ ഇടപെടൽ എന്തിനാണെന്ന ചോദ്യം കുറെ
കുറെ കാലമായി ഉയരുന്നുണ്ട്. ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് നൽകിക്കൂടെ എന്ന് സുപ്രീം കോടതി വരെ ചോദിച്ചു. ക്ഷേത്രഭരണം ഭക്തജനങ്ങളെ ഏൽപ്പിക്കണമെന്ന 6 പതിറ്റാണ്ട് നീണ്ട ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യം സംസ്ഥാനത്ത് വീണ്ടും സജീവ ചർച്ചയായി നിലനിൽക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ക്ഷേത്രഭരണ സമിതികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിലക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 2023 ഇത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ദീർഘകാലമായി ഹിന്ദു സമൂഹം ഉന്നയിക്കുന്ന ക്ഷേത്രഭരണ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന ആവശ്യത്തെ ശരിവെക്കുന്നതായിരുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൂക്കോട്ട് കാളികാവ് ദേവീക്ഷേത്ര ഭരണസമിതിയിൽ CPM പ്രാദേശിക നേതാക്കളും CPMന്റെ യുവജന പ്രസ്ഥാനമായ DYFIയുടെ നേതാക്കളുമുള്ളവരെ ഉൾപ്പെടുത്തിയതിനെതിരെ ഹിന്ദു ഐക്യവേദി നൽകിയ കേസിലാണ് ഏറെ പ്രാധാന്യമുള്ളതും ഭക്തജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്നതുമായ വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന സജീവ പ്രവർത്തകരെ ഇനിമേൽ നിയമിക്കരുതെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് ഹിന്ദു രാജാക്കന്മാരായിരുന്നു. ഹിന്ദുവിന്റെ ക്ഷേത്രം ഹിന്ദു ഭരിച്ചിരുന്നതിനാൽ താത്വികമായ ഒരു പ്രശ്നവും ഇവിടെ ഉത്ഭവിച്ചിരുന്നില്ല. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്ന നിയമസഭയുടെയും മന്ത്രിസഭയുടെയും തുടർച്ചയായിരുന്നില്ല. 1950 ശേഷമുള്ള നമ്മുടെ നിയമസഭകളും മന്ത്രിസഭകളും ഹിന്ദു രാജാവിന്റെ കീഴിൽ നിലനിന്നിരുന്ന ദേവസ്വം നിയമം അതേപടി മതേതര രാജ്യത്ത് തുടർന്ന് നിലനിർത്തിയെന്ന വിരോധാഭാസമാണ് ഇവിടെ നടന്നത്. ഇതിലൂടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണം നിയന്ത്രിക്കാൻ നിരീശ്വരവാദികൾക്കും ഇതര മതസമൂഹ നിയന്ത്രണത്തിലുള്ള സർക്കാരുകൾക്ക് പോലും കഴിയുന്നു. 1954 വഖഫ് ആക്ട് പ്രകാരം വഖഫ് ഭരണത്തിൽ സർക്കാരിനുണ്ടായിരുന്ന നിയന്ത്രണ അധികാരങ്ങൾ വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് 1955 വഖഫ് ആക്ട് ഭേദഗതിയിലൂടെ നീക്കം ചെയ്ത സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ സ്വത്ത് ദേശീയ സഭയുടെ കീഴിലാക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ സർക്കാരാണ് എന്നതും പ്രത്യേകമായി കാണേണ്ടതാണ്. പല കാലഘട്ടങ്ങളിലും പല കാരണങ്ങൾ പറഞ്ഞ് ദേവസ്വം അക്കൗണ്ട് സഹകരണ സംഘങ്ങളിലും സർക്കാർ ട്രഷറിയിലും അടയ്ക്കാൻ സർക്കാരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അതെല്ലാം തടസ്സപ്പെട്ടിരുന്നു. G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ദേവസ്വം ഫണ്ട് പൊതു ഉപയോഗത്തിനും സർക്കാരിനും വായ്പയായി നൽകണമെന്ന് പ്രസ്താവന ഇറക്കുകയും പിന്നാലെ പമ്പയിൽ സഹകരണ ബാങ്ക് സ്ഥാപിച്ചതും. പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണനും ദേവസ്വം ഫണ്ട് ട്രഷറിയിൽ അടുപ്പിക്കാൻ നിഗൂഢ ശ്രമങ്ങൾ ആരംഭിച്ചു. ദേവസ്വം ഫണ്ട് ട്രഷറിയിൽ അടയ്ക്കുന്നതിലൂടെ ദേവസ്വം വരുമാനം സർക്കാരിന് ചെലവഴിക്കാൻ സർവ്വസ്വാതന്ത്ര്യം ലഭ്യമാക്കുന്ന സ്ഥിതിവിശേഷം കൈവരും. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ഫണ്ട് മുൻപ് അഴുക്കച്ചാൽ നിർമ്മാണത്തിന് വിനിയോഗിച്ചതും ദുരിതാശ്വാസ ഫണ്ടിനത്തിൽ കോടികൾ വകമാറ്റി സർക്കാരിന് നൽകിയതും കോടതി ഇടപെടലിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡുകൾ സർക്കാർ ഭരണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിലൂടെ ഭരണനിർവഹണത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾക്ക് സഹസ്ര കോടികളാണ് ചിലവഴിക്കപ്പെടുന്നത്. ശമ്പളം, ആനുകൂല്യം, യാത്ര, ഓഫീസ്, വീട്, കാറ്, മറ്റുപയോഗങ്ങളെല്ലാം കഴിഞ്ഞാൽ മേജർ ക്ഷേത്രങ്ങളിൽ പോലും വരവിൽ ചെലവ് കഴിച്ചാൽ മിച്ചമില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ശബരിമല വരുമാനം കഴിഞ്ഞ വർഷം റെക്കോർഡിലെത്തിയിട്ടും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ഗ്രാന്റ് നൽകുന്നു എന്നതാണ് സർക്കാരിന്റെ അവകാശവാദം. ദേവസ്വം ബോർഡിന് നിലവിൽ നൽകി വരുന്ന തുക 1 കോടി രൂപയാണ്. 80 ലക്ഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, 20 ലക്ഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുമാണ് നൽകുന്നത്. 1816 സർക്കാർ ഏറ്റെടുത്ത ഭീമമായ ദേവസ്വം സ്വത്ത് വകകൾക്ക് നൽകി വരുന്ന അത്യന്തം തുച്ഛമായ പ്രതിഫലം എന്ന നിലയിലാണ് ഇതെന്ന് വിസ്മരിക്കുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രഭൂമികൾ കയ്യേറുന്ന ശൈലിയാണ് ഇതുവരെ പിന്തുടർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് അന്യാധീനപ്പെടുത്തുകയാണ്. സെന്റിന് കോടികൾ വിലമതിക്കുന്ന ക്ഷേത്രഭൂമിയിൽ പെട്രോൾ ബങ്ക് സ്ഥാപിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. വടക്കൻ കേരളത്തിൽ ക്ഷേത്രഭൂമികൾക്ക് അദാലത്തിലൂടെ പട്ടയം നൽകി കയ്യേറ്റക്കാർക്ക് തീറെഴുതിയത് അടുത്ത കാലത്താണ്. ക്ഷേത്രവും ക്ഷേത്രഭൂമികളും ക്ഷേത്ര സ്വത്തുകളും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അന്യാധീനപ്പെടുത്തുന്നതിന് ദേവസ്വം ബോർഡുകൾ മത്സരിക്കുന്നു. ക്ഷേത്ര സ്വത്ത് വിവിധ മാർഗങ്ങളിലൂടെ കൊള്ളയടിക്കുകയും ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്തുകയും ക്ഷേത്രഭരണം കുൽസിത മാർഗത്തിലൂടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ തങ്ങളാണ്. ക്ഷേത്രങ്ങളുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ ഭക്തജന സമൂഹത്തിന് കഴിയണമെന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നു. ഏതായാലും വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് സർക്കാർ ശബരിമലയിൽ സംഗമം നടത്താൻ ഒരുങ്ങുന്നത്.